നിങ്ങൾക്ക് എത്ര വയസ്സായി എന്നതിലല്ല കാര്യം. നിങ്ങൾ ഏത് വയസ്സുകാരനെ പോലെ ചിന്തിക്കുന്നു എന്നതിലാണ് കാര്യം. കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ സന്തോഷിക്കുക. സന്തോഷിക്കാൻ കിട്ടുന്ന ഒരവസരവും പാഴാക്കരുത്. ആത്മാർത്ഥമായി കുട്ടികളെപ്പോലെ ചിരിക്കുക. മറ്റുള്ളവർ എന്ത് വേണമെങ്കിലും പറഞ്ഞുകൊള്ളട്ടെ. സന്തോഷം നമുക്ക് വേണ്ടിയാണ്. മറ്റൊരാളെ സന്തോഷിപ്പിക്കാൻ പരിധികളുണ്ട്. നിങ്ങൾ നിങ്ങളെ തന്നെ ബഹുമാനിക്കുക. നിങ്ങളെ തന്നെ സ്നേഹിക്കുക. കാരണം നിങ്ങളെപ്പോലെ ഒരു വ്യക്തി ഇതിനു മുൻപ് ഇവിടെ ഉണ്ടായിട്ടില്ല. ഇനി ഒരിക്കലും ഉണ്ടാവുകയുമില്ല. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ജീവിതമുണ്ടോ എന്നതല്ല യഥാർത്ഥ ചോദ്യം. മരിക്കുന്നതിന് മുൻപ് നാം ജീവിച്ചിരുന്നോ എന്നതാണ്. ഭാവിയിൽ സംഭവിക്കാൻ പോകുന്നതെല്ലാം മനുഷ്യന് മുൻകൂട്ടി അറിയുവാൻ കഴിഞ്ഞിരുന്നെങ്കിൽ പകുതിയിലേറെ പേരും ആത്മഹത്യ ചെയ്യുകയോ ഭ്രാന്തന്മാരായി തീരുകയോ ചെയ്തേനെ. ജീവിതത്തിൻ്റെ സൗന്ദര്യം അതിൻ്റെ നിഗൂഢതയാണ്. നിങ്ങൾ ഭാവിയെ ഭയപ്പെടുന്നെങ്കിൽ അതിൻ്റെ അടിസ്ഥാന കാരണം നിങ്ങൾ ഇന്നത്തെ ദിവസം പാഴാക്കുന്നു എന്നതാണ്. വിജയിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ തോൽക്കാനും പഠിക്കണം. ഓരോ തോൽവിയും ഓരോ പാഠങ്ങളാണ്. ജീവിതത്തിൽ ഉള്ളത് മാത്രം നോക്കുകയാണെങ്കിൽ എല്ലായ്പ്പോഴും കൂടുതൽ ഉണ്ടായിരിക്കും. ജീവിതത്തിലെ ഇല്ലാത്തത് നോക്കിയാൽ നമുക്കൊരിക്കലും തികയില്ല. യഥാർത്ഥത്തിൽ പരാജയം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് വിജയിക്കാൻ സാധിച്ചില്ല എന്നല്ല, നിങ്ങൾ അതിനുവേണ്ടി പരിശ്രമിച്ചില്ല എന്നാണ്. അതിയായി ആഗ്രഹിക്കുക. നേടിയെടുക്കണമെന്ന ഇച്ഛാശക്തിയോടെ നിങ്ങളുടെ കഴിവുകൾ വിനിയോഗിക്കുക. വിജയം ഉറപ്പാണ്. 1000 പേർ കൂടെയുണ്ടായിരുന്നിട്ടും തനിച്ചായതുപോലെ തോന്നുന്നുവെങ്കിൽ അതിന് കാരണം അതിൽ ഒരാൾ പോലും നിങ്ങളെ പൂർണ്ണമായും മനസ്സിലാക്കിയിട്ടില്ല എന്നതാണ്. ജീവിതത്തിൽ നമ്മൾ മാത്രം എങ്ങും എത്തിയില്ലല്ലോ എന്ന് ചിന്തിച്ച് ദുഃഖിച്ചിരിക്കരുത്. ഇപ്പോൾ മുതൽ പ്രവർത്തിച്ചു തുടങ്ങുക. ചിന്തിച്ചിരിക്കാനുള്ളതല്ല, പ്രവർത്തിക്കാനുള്ളതാണ് ജീവിതം. വെറും താൽക്കാലികമായ വികാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരിക്കലും സ്ഥിരമായ ഒരു തീരുമാനം എടുക്കരുത്. ഉള്ളിലുള്ള വികാരങ്ങൾ മറച്ചു വെച്ച് മുഖംമൂടി അണിഞ്ഞ് ജീവിക്കുന്നതിലും ഭേദം ഓരോരുത്തരും അവരവരായി തന്നെ ജീവിക്കുന്നതാണ്. ഒരാളെ വേദനിപ്പിക്കാൻ നമുക്ക് കഴിയും, വേദന മാറ്റിക്കൊടുക്കാൻ നമുക്ക് കഴിയില്ല. അതുകൊണ്ട് കാര്യമറിയാതെ ദേഷ്യപ്പെടരുത്. വാക്കുകൾ കൊണ്ട് ആരെയും വേദനിപ്പിക്കരുത്. ചില നല്ല നിമിഷങ്ങൾ ഒരിക്കലും അവസാനിക്കരുത് എന്ന് കരുതും. ചിലരൊക്കെ എന്നും കൂടെ കാണുമെന്നും കരുതും. പക്ഷേ മനോഹരമായതിനൊക്കെ ആയുസ് കുറവാണെന്ന് കാലം തെളിയിക്കും. ആർക്കു വേണ്ടിയും ആരെയും നഷ്ടപ്പെടുത്താതിരിക്കുക. കാരണം ഒരാളും മറ്റൊരാൾക്ക് പകരം ആവുകയില്ല. ഒരിക്കൽ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും തിരിച്ചു കിട്ടുകയുമില്ല. ജീവിതത്തിൽ എന്തു നേടിയാലും സ്നേഹത്തോളം വിലയുള്ള മറ്റൊന്നില്ല. നേടിയതെല്ലാം നഷ്ടപ്പെട്ടാലും ബാക്കിയാവുന്നത് സ്നേഹബന്ധങ്ങൾ മാത്രമായിരിക്കും. പുറകോട്ട് വലിക്കാൻ 1000 കൈകളുണ്ടാകും. എന്നാൽ മുന്നോട്ട് നീങ്ങാൻ നിങ്ങൾ ശ്രമിച്ചാൽ മാത്രമേ സാധിക്കൂ. പാലിക്കാൻ പറ്റാത്ത വാക്കുകൾ ആർക്കും കൊടുക്കാതിരിക്കുക. കാരണം നിങ്ങൾക്ക് അത് കേവലം വാക്കുകൾ മാത്രമായിരിക്കും. പക്ഷേ ചിലർക്ക് ആ വാക്കുകൾ പ്രതീക്ഷകളാവാം, സ്വപ്നങ്ങളാവാം. ആളുകളെ നഷ്ടമാകുന്നതോർത്ത് പേടിക്കരുത്. പേടിക്കേണ്ടത് എല്ലാവരെയും സന്തോഷിപ്പിക്കുന്ന തിരക്കിൽ അവനവനെ നഷ്ടമാകുന്നുണ്ടോ എന്നോർത്താണ്. ജീവിതത്തിൽ സങ്കടങ്ങളും സന്തോഷങ്ങളും വന്നു പോയിക്കൊണ്ടിരിക്കും. സന്തോഷിച്ചില്ല എന്ന് വെച്ച് സങ്കടങ്ങൾ വരാതിരിക്കില്ല. സന്തോഷിക്കേണ്ട സമയത്ത് സന്തോഷിക്കുക. സങ്കടപ്പെടേണ്ട സമയത്ത് മാത്രം സങ്കടപ്പെടുക.